ശ്രീ അന്നപൂർണ ദേവിയുടെ ചിത്രത്തിന്റെ നേത്രോന്മേലനത്തിനായി ശ്രീ മോഹൻലാൽ അവർകളെ ക്ഷണിക്കുന്നു. ശ്രീ അന്നപൂർണ ദേവിയുടെ മിഴി തുറക്കലിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. മലയാണ്മയുടെ നടന വിസ്മയമെന്നും കലയുടെ കുലപതിയെന്നും നമ്മൾ വാഴ്ത്തുമ്പോഴും കലാദേവതയുടെ ഒരു നിത്യോപാസകൻ മാത്രമാണ് താനെന്ന് കരുതി ധന്യത പൂക്കുന്ന മഹാത്മാവാണ് ശ്രീ മോഹൻലാൽ. ഒട്ടനവധി ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും വിപുലമായ ശേഖരത്തിനുടമയെങ്കിലും താൻ അവയുടെയൊക്കെ സൂക്ഷിപ്പുകാരൻ മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. കലയും സർഗാത്മകതയും ആരുടെയും ഉടമസ്ഥതയിലല്ലെന്നും കാലാന്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവും നേടിയ മഹാനായ കലാകാരൻ. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട ലാലേട്ടനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ സാധകർക്കും ആത്മബന്ധുക്കൾക്കും നമസ്കാരം. ഇന്നൊരു പുണ്യദിനമാണ്, ഉണർവിൻ്റെ ദിനം, മഹാശിവരാത്രി. ഈ ദിനത്തിൻ്റെ പുണ്യം മുഴുവൻ നിങ്ങളേവരും സൗന്ദര്യ ലഹരിയിലൂടെ നുകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ കാണുന്നു, മനസ്സിലാക്കുന്നു. നമ്മുടെ ശാസ്ത്രങ്ങൾ, ആഗമങ്ങൾ എല്ലാം ഒരേപോലെ പറയുന്നു, ശിവയാണ് ശിവനിലേക്കുള്ള വാതിൽ എന്ന്. നമ്മൾ പറയാറുണ്ട്, അമ്മ എന്ന സത്യമാണ് അച്ഛൻ എന്ന പൊരുളിനെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നത്. ലളിത സഹസ്രനാമത്തിൽ ദേവിയെ ശിവജ്ഞാന പ്രദായിനി എന്ന് വിളിക്കുന്നു. ശിവബോധത്തെ നമ്മിൽ നിറയ്ക്കുന്നവർ ആണ് സർവപരദേശിയായ ശ്രീ ശിവപെരുമാൾ ഈ കാണുന്ന സർവ പ്രപഞ്ചവും ചമച്ചിരിക്കുന്നത് ഭഗവാന്റെ അൻപായ ആ ശക്തിയെ കൊണ്ട് തന്നെയാണ്. ആ അൻപ് തന്നെ ശിവം, അൻപേ ശിവം. മീനായതും ഭവതി മാനായതും ജനനി എന്ന് തുടങ്ങുന്ന ജനനി നവരത്ന മഞ്ജരിയിലെ ഒരു ശ്ലോകം അവസാനിക്കുന്നത്, നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണിയഹോ നാടകം നിഖിലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വിശ്വനാടകത്തിൻ്റെ സൂത്രധാരയാണ് പരാശക്തി. ഈ ശിവരാത്രി ദിനത്തിൻ്റെ പൂർണ്ണതയിൽ ആ ശക്തിയുമായി ബന്ധപ്പെട്ട ഒരു ധന്യ മുഹൂർത്തത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. നാം എല്ലാവരും ജന്മം കൊണ്ട് തന്നെ പുണ്യവാന്മാരും പുണ്യവതികളുമായിരിക്കുന്നത് ഭാരതത്തിൽ ജനിച്ചത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. കേരളത്തിൽ ജനിച്ചത് കൊണ്ട് ആ പുണ്യം എത്രയോ ഇരട്ടിയായി വർദ്ധിച്ചു എന്നെനിക്ക് തോന്നാറുണ്ട്. അതിന് കാരണം നമ്മുടെ ഈ ഭൂമിയാണ് ജഗദ്ഗുരു ശങ്കര ഭഗവത് പാദർക്ക് ജന്മം നൽകിയത്. നമ്മുടെ രാഷ്ട്രമായ ഭാരതത്തിനെ ആധ്യാത്മികമായി ചേർത്ത് നിർത്തിയ ശങ്കര ഭഗവത് പാദരുടെ ഉന്നതമായ പ്രതിഭയുടെ വിലാസമാണ് സൗന്ദര്യ ലഹരിയായി നമുക്ക് ലഭിച്ചത്. ആ മഹാകൃതിയുടെ ആഘോഷമാണ് ഇവിടെ വേവ്സ് ഓഫ്
ബ്ലിസ്സായി നടക്കുന്നത്. ആചാര്യൻ്റെ ജീവിതവുമായി അത്യന്തികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശക്തി സ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. നമ്മുടെ പവിത്രമായ ഈ ഭൂമിയെ നിരന്തരം ശക്തിപ്പെടുത്തുന്ന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൂകാംബിക ക്ഷേത്രം. മഹാചണ്ഡികാ ഹോമം നിത്യേന നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ ശ്രീദേവി മഹാത്മ്യത്തിൽ നിന്നുള്ള ദേവതാ കൽപ്പനകളെ ഉൾക്കൊണ്ടുകൊണ്ട് 11 ചുമർ ചിത്രങ്ങൾ 2 ചിത്രകാരന്മാർ ചേർന്ന് വരയ്ക്കുകയാണ്. കാലിഫോർണിയയിൽ നിന്നുള്ള ശ്രീ ഏകഭൂമി ചാൾസ് എലിക്, പിന്നെ നമ്മുടെ നാട്ടുകാരനായ മിഥുൻ ബാബു. 18 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ചിത്രശബരിയുടെ ആരംഭമാണ് അന്നപൂർണേശ്വരിയുടെ ചിത്രത്തിൻ്റെ നേത്രോന്മിലനത്തിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. രാമാനന്ദ് പറഞ്ഞതുപോലെ ഈ മുഹൂർത്തം ഒരു ചരിത്ര മുഹൂർത്തമാണ്. നൂറ്റാണ്ടുകളോളം മൂകാംബിക ക്ഷേത്ര ചുമരുകളെ അലങ്കരിക്കാൻ പോകുന്ന ദേവതാ ചിത്രങ്ങളുടെ ചിത്രണത്തിൻ്റെ ശുഭാരംഭമാണ് ഇത്. വളരെയധികം ശ്രദ്ധയും സാധനയും വേണ്ട ഈ ചിത്രങ്ങളുടെ സൂക്ഷ്മമായ അവലോകനവും മാർഗനിർദ്ദേശവും എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ്. ഈ ചിത്രങ്ങളുടെ സിംഹാവലോകനം നടത്തുന്നത് ശ്രീ വൈക്കം വിശ്വനാഥൻ, ഞങ്ങളുടെ എല്ലാം വിശ്വനാഥനാണ്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുഖ്യ അർച്ചകരായ ശ്രീ നരസിംഹ അടിക, ശ്രീ സുബ്രഹ്മണ്യ അടിക എന്നിവരുടെ അനുഗ്രഹങ്ങളോടെയാണ് ഈ ചിത്രങ്ങൾ പൂർത്തിയാവുക. പൂർത്തീകരണത്തിന് വേണ്ടതായ മറ്റ് സഹായങ്ങൾ നൽകുന്നത് അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ്. ഈ പദ്ധതി മനസ്സിൽ നാം വിട്ടത് മുതൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ചിന്തിച്ചത് ഏത് വേദിയിൽ വെച്ച് ഈ മഹത് കർമ്മത്തിന് നാന്ദി കുറിക്കും എന്നാണ്. പരാശക്തി ഈ മഹാശിവരാത്രി ദിനത്തിൽ സാധകരായ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് അത് നിർവഹിക്കാനുള്ള അവസരം ഒരുക്കി നൽകിയത്. ഈ പുണ്യമുഹൂർത്തത്തിൽ ഇവിടെ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചത് അപാര കരുണാവാരിധിയായ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആനന്ദവും സൗന്ദര്യവും തുടിച്ചു നിൽക്കുന്ന ഒരു ശിവരാത്രി നേരുന്നു. നമഃശിവായ. വാക്കുകൾക്ക് നന്ദി പ്രിയപ്പെട്ട ലാലേട്ടൻ. ഏകാദശി ദേവി ചുവർ ചിത്രങ്ങളുടെ സൃഷ്ടികർമ്മത്തിന് മേൽനോട്ടം വഹിക്കുന്ന ശ്രീലശ്രീ വൈക്കം വിശ്വനാഥൻ അവർകളെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി